തദ്ദേശം 2020 പാലക്കാട് നഗരത്തിലെ അംഗം പരമ്പരയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. പാലക്കാട് നഗരസഭയിൽ മത്സരിക്കുന്ന 36, 37, 38 വാർഡുകളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഈ വാർഡുകളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. പാലക്കാട് നഗരസഭയിലെ 36ാം വാർഡിലാണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ വാർഡിലെ സ്ഥാനാർത്ഥികളെ നമുക്ക് പരിചയപ്പെടാം. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി മൻസൂർ മണലാഞ്ചേരിയാണ് നമ്മോടൊപ്പം ഉള്ളത്. നമുക്ക് മൻസൂറിനോട് ചോദിക്കാം. മൻസൂർ, 20 വർഷമായി UDFിൻ്റെ സിറ്റിംഗ് സീറ്റാണിത്. സ്വാഭാവികമായിട്ടും വോട്ടർമാരുടെ ഒരു പ്രതികരണം, എന്ത് വികസനമാണ് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭവന നിർമ്മാണം നടന്നൊരു വാർഡാണ്. ഏറ്റവും കൂടുതൽ ക്ഷേമ പെൻഷനുകൾ വാങ്ങിയെടുക്കുന്ന വാർഡാണ്. ശ്രീമതി ചെമ്പകം എന്ന് പറയുമ്പോൾ തന്നെ ഈ വാർഡിൻ്റെ നാഡീ സ്പന്ദനമാണ്. അപ്പോൾ ആ നാഡീ സ്പന്ദനത്തിൻ്റെ ശക്തി ഉൾക്കൊണ്ട് തന്നെയാണ് ഞാൻ മത്സരിക്കുന്നത്. റോഡായാലും ചാലായാലും വൈദ്യുതി ആയാലും മണലാഞ്ചേരി തിരുനെല്ലായി പാളയങ്ങളിലൊക്കെ ഇനി അത്യാവശ്യമായിട്ടുള്ള ഒരു വികസനങ്ങൾ എത്തിച്ചു കൊടുക്കാനുണ്ട്. വോട്ടർമാരുടെ ഇടയിൽ പരാതികൾ സ്വാഭാവികമാണ്, ചെറിയ ചെറിയ പരാതികൾ സ്വാഭാവികമാണ്. അത്തരം പരാതികൾ എന്താ ലഭിച്ചിരിക്കുന്നത്? തീർച്ചയായും ചെറിയ ചെറിയ പരാതികളൊക്കെ ഉണ്ട്. തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് അടിസ്ഥാന സൗകര്യം, കുടിവെള്ളത്തിന് വലിയൊരു പ്രശ്നം കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇടയായിട്ട് ആ കുടിവെള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കും. മാത്രമല്ല ഡ്രൈനേജ് ഒരു വിഷയമുണ്ട്. തിരുനെല്ലായി പാളയം പ്രദേശത്ത്, മണലാഞ്ചേരി പ്രദേശത്തൊക്കെ ഇപ്പോൾ ഡ്രൈനേജിൻ്റെ ഒരു ആവശ്യകത വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഐക്യജനാധിപത്യ മുന്നണി ഇവിടെ ജയിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു മുൻകൈ എടുത്തുകൊണ്ട് തന്നെ ആ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി രംഗത്തിറങ്ങും. എന്താണ് മൻസൂറിൻ്റെ ഒരു ഡ്രീം? എന്താണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രദേശത്തുകാരനാണ്, ഈ വാർഡിൽ ജയിച്ചു കഴിഞ്ഞാൽ മൻസൂർ കൊണ്ടുവരുന്ന പ്രധാന പദ്ധതി എന്തായിരുന്നു? ഈ പ്രദേശത്ത് ജനിച്ചു വളർന്ന ഒരാളാണ്. എന്നെ ജയിപ്പിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ പാലക്കാട് നഗരസഭയിലുള്ളത് ഏറ്റവും കൂടുതൽ ഈ വാർഡിലാണ്. ഏതാണ്ട് 21 അയൽക്കൂട്ടങ്ങളുണ്ട്. ആ 21 അയൽക്കൂട്ടങ്ങളും ഒന്നായി ഏകോപിപ്പിച്ചുകൊണ്ട് സ്വയം തൊഴിൽ പരിശീലനം കൊടുത്ത് അവർക്ക് വ്യവസായ രംഗത്ത് സ്വയം താല്പര്യത്തിൻ്റെ രീതിക്ക് കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ശ്രമിക്കും. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇവിടെ കാര്യങ്ങൾ ക്ലബ്ബുകളൊക്കെ ഉണ്ട്. ഈ ക്ലബ്ബുകളൊക്കെ രജിസ്റ്റർ ചെയ്ത് അവർക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ കഴിയും. ജനങ്ങളുടെ കാലിലോട്ട് ചെന്നുകൊണ്ട് അവരുടെ ആവശ്യകത അവർ മാക്സിമം അവരെ ഓഫീസുകളിലേക്ക് എത്തിക്കാതെ അവരുടെ ആവശ്യങ്ങളിലേക്ക് അവരുടെ കാലിലെത്തിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല പൂർണ്ണ ബോധ്യമുണ്ട്. എന്താണ് മൻസൂർ, ഈ വാർഡിലെ വോട്ടർമാരോട് മൻസൂറിന് എന്താണ് പറയുന്നത്? ഞാൻ മണലാഞ്ചേരിക്കാരനാണ്. എന്നെ നിങ്ങൾ കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്ത് ജയിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളോടൊപ്പം തോഴനായി, അമ്മയ്ക്ക് മകനായി ഞാൻ കൂടെ ഉണ്ടാവും. പാലക്കാട് നഗരസഭയിലെ 36ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി മൻസൂർ മണലാഞ്ചേരിക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ KK ഖാജ ഹുസൈനാണ് നമ്മോടൊപ്പം ഉള്ളത്. നമുക്ക് ചോദിക്കാം, വോട്ടർമാരെ സമീപിക്കുമ്പോൾ അവരുടെ പ്രതികരണം എന്താണ്? ചില പ്രദേശങ്ങളെ പൂർണ്ണമായി വികസനങ്ങളിൽ നിന്ന് അവഗണിച്ചിരിക്കുകയാണ്. ആ പ്രതിഷേധമാണ് എൻ്റെ മുന്നിൽ പല വോട്ടർമാരും പങ്കുവെക്കുന്നത്. റോഡുകളില്ലാത്തതും അഴുക്കുചാലും ഇല്ലാത്തതുമായ പ്രശ്നം തന്നെയാണ് ആദ്യമായി ഉന്നയിക്കുന്നത്. മാലിന്യ നീക്കം ഇല്ലാത്തൊരു വാർഡായിട്ടാണ് ഈ 36ാം വാർഡിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പല പ്രദേശങ്ങളിലും 500 വീടുണ്ട്, ഒരു അംഗനവാടി ഇല്ല എന്ന് പറയുന്ന പരാതികൾ ഉണ്ടായിട്ടുണ്ട്. 2-3 പ്രധാനപ്പെട്ട കുളങ്ങളുണ്ട്, അത് നവീകരിക്കാനോ അത് സംരക്ഷിക്കാനോ നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നുള്ള പരാതിയുണ്ട്. പ്രത്യേകിച്ച് നല്ല ഗതാഗത യോഗ്യമായ റോഡുകളില്ലാത്ത അവസ്ഥ തന്നെയാണ് ഈ വാർഡിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇനിയും നിരവധി നീറുന്ന പ്രശ്നങ്ങൾ ഈ വാർഡിലുണ്ട്. LDFിന് ഒരു അട്ടിമറി വിജയം തന്നെയാണ് ഈ വാർഡിൽ പ്രതീക്ഷിക്കുന്നത്. എന്താണ് ഈ വാർഡിലെ വോട്ടർമാരോട് ശ്രീ KK ഖാജ ഹുസൈൻ എന്താണ് പറയാൻ? സന്തുലിതമായ വികസനമായിരിക്കും, എല്ലാ പ്രദേശവും തുല്യമായ വികസനമായിരിക്കും ഉണ്ടാക്കുക. തിരുനെല്ലായി പാളയം, പനന്തൊടി പോലുള്ള അവഗണിക്കപ്പെട്ട് കിടക്കുന്ന പ്രദേശത്തെ കൈപ്പിടിച്ചുയർത്തുക എന്നുള്ളതായിരിക്കും മുഖ്യ ലക്ഷ്യം. അതുപോലെ തന്നെ ഒതുങ്ങോട്, മണലാഞ്ചേരി, ഏനു കോളനി, ഗാന്ധിനഗർ തുടങ്ങിയ ഭാഗങ്ങളിലുള്ള പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് കൃത്യമായ സഞ്ചാരയോഗ്യമായ റോഡുകളുണ്ടാവും. അമൃത പദ്ധതിയുടെ 1 രൂപ പോലും ലഭിക്കാത്ത വാർഡ് എന്നുള്ള ഒരു വിഷമമുണ്ട് ഇവിടെ. കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും ഫണ്ടുകൾ ഇവിടെ എത്തിച്ചുകൊണ്ട് ഇപ്പോൾ ആവലാതിപ്പെടുന്ന ആളുകൾക്ക് മുമ്പിലേക്ക് വികസനത്തിൻ്റെ ഒരു വലിയ വെള്ളി വെളിച്ചം എത്തിക്കാൻ പരിശ്രമിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ KK ഖാജ ഹുസൈന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു.
ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ശ്രീ സുരേഷാണ് നമ്മോടൊപ്പം ഉള്ളത്. നമുക്ക് ചോദിക്കാം, ശ്രീ സുരേഷ്, എന്തെല്ലാം വികസന കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വോട്ടർമാരെ BJP സമീപിക്കുന്നത്? ഇപ്പോൾ ഈ മണലാഞ്ചേരി ഭാഗത്ത് പൈപ്പ് ലൈൻ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ആ പണി എല്ലാ പോക്കറ്റ് റോഡുകളിലേക്കും കൊണ്ടുവരാൻ എൻ്റെ ഭാഗത്തുനിന്നും നമ്മുടെ പാർട്ടിയുടെ ഭാഗത്തുനിന്നും ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജയിപ്പിക്കുകയാണെങ്കിൽ ഇനിയും കൂടുതൽ വികസനങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിയുമെന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. സുരേഷ്, ഈ വാർഡിൽ എന്തൊക്കെ പോരായ്മകളാണുള്ളത്? പോരായ്മ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ അഴുക്കുചാല്, കുടിവെള്ള പ്രശ്നം. എന്താണ് സുരേഷിന് നമ്മുടെ വാർഡിലെ വോട്ടർമാരോട് എന്താണ് പറയാനുള്ളത്? എന്നെ വാർഡിൽ ജയിപ്പിക്കണം. ജയിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ വാർഡിലുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് ഈ വാർഡിനെ കുറിച്ചുള്ള ഈ പ്രിയശ്രീ നഗർ, ഹരിജൻ കോളനി, മല്ലിയടം, മറ്റേ തുമ്പിളിമേട് ഇവിടെയൊക്കെ പോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളാണ് എൻ്റെ അടുത്ത് അവർ ഉന്നയിച്ചിരിക്കുന്നത്. ഈ വാർഡിലെ വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ ജയിച്ചു വരികയാണെങ്കിൽ ഈ ഇവർക്കുള്ള പ്രശ്നങ്ങളിലൊക്കെ ഇപ്പോൾ ദുർഗാ കോളനി അവിടെയും ഒരു വിഷയമുണ്ട്. ആ വിഷയങ്ങളൊക്കെ ഞാൻ എൻ്റെ പരമാവധി കഴിവിൻ്റെ 100% ഇതിനു വേണ്ടി ചെയ്യുന്നതാണ്. എനിക്ക് താമര ചിഹ്നത്തിൽ വോട്ടുകൾ നൽകി വൻ ഭൂരിപക്ഷത്തിൽ എന്നെ ജയിപ്പിക്കണമെന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുന്നു. പാലക്കാട് നഗരസഭയിലെ 36-ാം വാർഡിന്റെ സമഗ്രമായ ഒരു വികസനമാണ് ശ്രീ സുരേഷ് ഇവിടെ സൂചിപ്പിച്ചത്. മാത്രമല്ല, അവികസിതമായ ഒരുപാട് അവസ്ഥകളുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. തീർച്ചയായും പാലക്കാട് നഗരസഭയിലെ 36-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ സുരേഷിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. മാറ്റം കൊതിക്കുന്ന മലയാള മണ്ണിന്റെ നെഞ്ചിൽ തുടിക്കുന്ന മോഹം, അഴിമതിയിലമരുന്ന മുന്നണികൾ തകരുന്ന ജനരോഷമാളും സ്വരൂപം. മാറ്റം കൊതിക്കുന്ന മലയാള മണ്ണിന്റെ നെഞ്ചിൽ തുടിക്കുന്ന മോഹം, അഴിമതിയിലമരുന്ന മുന്നണികൾ തകരുന്ന ജനരോഷമാളും സ്വരൂപം. BJP 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 BJP. പാലക്കാട് നഗരസഭയിലെ 37-ാം വാർഡിലാണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത്. 37-ാം വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ നമുക്ക് പരിചയപ്പെടാം. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി PK ഹസനപ്പയാണ് നമ്മോടൊപ്പം ഉള്ളത്. നമുക്ക് ചോദിക്കാം, ശ്രീ ഹസനപ്പ, ഹൗസ് ക്യാമ്പയിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. സ്വഭാവമായിട്ട് UDFന്റെ സിറ്റിംഗ് സീറ്റാണ്. എന്താണ് വോട്ടർമാരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? കള്ളിക്കാട് വാർഡിനെ സംബന്ധിച്ചോളം പറയുകയാണെന്ന് വെച്ചാൽ തുടങ്ങുന്നത് തന്നെ പൂഴിക്കുന്നം, ചുങ്കം, അഞ്ജലി, വികാസ്, കള്ളിക്കാട്, കീർത്തി, വിജയം സെക്കൻഡ് സ്ട്രീറ്റ്, കലിമ, ഇസത്ത്, ഇന്ന് അങ്ങനെ അടങ്ങുന്ന വലിയൊരു പ്രദേശമാണ് കള്ളിക്കാട്. കലിമ നഗറിൽ ഏറെ കാലമായിട്ട് വള്ളക്കെട്ടിൻ്റെ ഒരു പ്രദേശമുണ്ടായിരുന്നു. വള്ളക്കെട്ട് കാരണം കൊണ്ട് അവിടെ വീട്ടിൽ ചെറിയൊരു മഴ പെയ്താൽ പോലും വീട്ടിൻ്റെ ഉള്ളിൽ വള്ളം കയറുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഒരുപാട് കാലമായിരുന്നു അവിടുത്തെ ജനങ്ങളുടെ ഒരു അഭിലാഷമായിരുന്നു ഇത് എന്നാണ് ഇത് നേരാകുക എന്നുള്ളത്. ഹബീബയും ഷാഫി ഫർമിൽ MLAയും കൂടി ചേർന്ന് 25 ലക്ഷവും വാർഡ് ഫണ്ടും കൂടി ചേർത്ത് അങ്ങനെ ഒരു വള്ളക്കെട്ട് ഇല്ലാതെ അവർക്ക് സമ്പൂർണ്ണമായ ഒരു പാതയും റോഡും ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. അതുതന്നെയാണ് ഈ ഞങ്ങളുടെ വിജയത്തിൻ്റെ ഒരു തുടക്കം എന്ന് പറയാൻ ഞങ്ങൾക്ക് സാധിക്കും. കലിമ നഗറിലെ എല്ലാ പോക്കറ്റുകളും ഇൻ്റർലോക്ക് ചെയ്യും, മറ്റേ കറണ്ടിൻ്റെയും മറ്റുള്ള റോഡുകളുടെയും പുതിയ സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. UDFന്റെ സിറ്റിംഗ് സീറ്റാണ്. വികസനം എവിടെയും പൂർണ്ണമാവില്ല. സ്വാഭാവികമായിട്ടും ചെറിയ ചെറിയ പരാതികളെങ്കിലും സ്വാഭാവികമാണ്. വാർഡിൽ സഞ്ചരിക്കുമ്പോൾ ഉള്ള ഒരു പരാതി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ തട്ടിയിട്ടുണ്ടാവുമല്ലോ, എന്തൊക്കെയാണ് അങ്ങനെ? വികസനം എത്തിക്കാൻ സാധിക്കാത്ത ചില ഘട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ തന്നെ കള്ളിക്കാടിലെ ചില റോഡുകൾ, ഡ്രെയിനേജുകളൊക്കെ ഞങ്ങൾ വാക്ക് കൊടുത്തിട്ടുണ്ട്. അത് ടെൻഡർ കഴിഞ്ഞ കാര്യങ്ങളാണ്, അവരെ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കി. പിന്നെ പരാതികൾ ഉണ്ടാവുമല്ലോ സാറേ, ഒരു വള്ളത്തിൻ്റെ ആയാലും ലൈറ്റിൻ്റെ ആയാലും ചെറിയ ചെറിയ പരാതികളൊക്കെ ഉണ്ട്. അതെല്ലാം ഞാൻ ഇനി വരുന്ന കാലത്ത് ഇതിലപ്പുറത്ത് തന്നെ ചെയ്തു തീർക്കാൻ എന്നെക്കൊണ്ട് സാധിക്കും. അത് ജനങ്ങൾക്കും നന്നായിട്ട് അറിയാമെന്ന് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും UDFന്റെ സിറ്റിംഗ് കൗൺസിലർ ശ്രീമതി ഹബീബ നമ്മോടൊപ്പം ഉണ്ട്. നമുക്ക് ചോദിക്കാം, ഹബീബ, 5 വർഷത്തെ ഒരു എക്സ്പീരിയൻസ്, വാർഡിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തത്? ഈ 5 കൊല്ലം ഒരു അവസരം തന്നതിൽ ഞാൻ 3.5 കോടി വർക്കാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ പ്ലാൻ ഫണ്ടിൽ കിട്ടുന്നത് ആകെ 20 ലക്ഷമാണ്. ആ 20 ലക്ഷം കൂടാതെ നമുക്ക് MLA തന്നു. അത് കൂടാതെ മറ്റേ അമൃത് പദ്ധതിയും വന്നു. അമൃത് പദ്ധതിൻ്റെ 65 ലക്ഷം വന്നു. പിന്നെ ഇവിടെ നമ്മൾ പ്രൈരി ചുങ്കത്തെ ഡ്രെയിനേജ് MLA ഫണ്ടിൽ അതും ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെയാണ് 3.5 കോടി. പൗരത്വ ബില്ലിൻ്റെ ഒരു പ്രശ്നം വന്നപ്പോൾ നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ ശരിക്കും കൗൺസിലെല്ലാം സ്തംഭിച്ചു. അതുകൊണ്ടാണ് നമുക്ക് ശരിക്കും 2 വർഷത്തെ വർക്കും കൂടെ ചെയ്തിട്ട് ഇറങ്ങായിരുന്നു. പക്ഷെ അത് ചെയ്യാൻ കഴിഞ്ഞില്ല. അതിലേറ്റവും വലിയൊരു സങ്കടമുണ്ട്. ഇനി വികസന തുടർച്ചയാണ് നമുക്ക് ആവശ്യം. കള്ളിക്കാട് GLP സ്കൂള് നമ്മളെ സ്കൂൾ തന്നെയാണ്. അപ്പോൾ അതിന് നമ്മളിപ്പോൾ ഏകദേശം ഒരു 35 ലക്ഷം വെച്ചു. ഇപ്പോൾ ഏകദേശം വർക്കുകളൊക്കെ ഏകദേശം ആയി. എല്ലാ ക്ലാസ്സും ടൈലിട്ടു. ഇപ്പോൾ ഹൈടെക് ആയിട്ടുണ്ട്. അത് ഏറ്റവും വലിയ സന്തോഷം തന്നെയാണ്. ഏകദേശം ഒരു 100ഓളം പെൻഷൻ ഞാൻ തന്നെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. 100-150ഓളം പെൻഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മൾ സ്ഥലമുള്ളവർക്ക്
വീട് വെച്ച് കൊടുക്കണം നല്ലൊരു സ്വപ്നം തന്നെയായിരുന്നു. അത് നമുക്കിപ്പോൾ 12 വീടുകളിൽ സുഖമായിട്ട് ഇരിക്കാൻ കഴിഞ്ഞു. പിന്നെ ഇസ്സത്ത് എന്ന് പറഞ്ഞ ഭാഗത്ത് വെള്ളം ഉണ്ടായിരുന്നില്ല, വെളിച്ചമുണ്ടായിരുന്നില്ല, അതെല്ലാം എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഹസൻബിക്ക് എന്താണ് താങ്കളുടെ വാർഡിലെ വോട്ടർമാരോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് തീർച്ചയായും എന്നെ നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുകയാണെങ്കിൽ വിളിച്ചാൽ ആ വിളിപ്പുറത്ത് ഞാൻ ഉണ്ടാകും. ഈ ഒരു വികസനത്തിന് വേണ്ടിയാണ്, ഒരു ഹോസ്പിറ്റൽ കേസാണോ മറ്റേത് കേസാണെങ്കിലും ജാതി മത ഭേദമില്ലാതെ വികസനം നടത്തുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. നിങ്ങൾ എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കള്ളിക്കാടിന് തല കുനിക്കേണ്ട ഒരു അവസ്ഥ ഈ കൗൺസിലറിന്റെ ഭാഗത്ത് ഉണ്ടാകില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഹസനുപ്പ വോട്ടർമാരുടെ മുന്നിൽ വെക്കുന്ന നിർദ്ദേശം മാത്രമല്ല, തങ്ങളിൽ ഒരുവനായി ഒരു മൊബൈൽ ഫോണിൽ വിളിച്ചു കഴിഞ്ഞാൽ താൻ തങ്ങളുടെ മുന്നിൽ ഉണ്ടാവുമെന്നും അദ്ദേഹം പറയുന്നു. ജനകീയമായ പ്രശ്നങ്ങളിൽ ഇടപെടുമെന്നും ഹസനുപ്പ വ്യക്തമാക്കുകയാണ്. തീർച്ചയായും പാലക്കാട് നഗരസഭയിലെ 37-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പി കെ ഹസനുപ്പയ്ക്ക് എല്ലാവിധ വിജയാശംസകൾ നേരുന്നു. മുപ്പത്തിയേഴാം വാർഡിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഇസ്മായിൽ ഖാനാണ് നമ്മോടൊപ്പം ഉള്ളത്. നമുക്ക് ചോദിക്കാം, ശ്രീ ഇസ്മായിൽ ഖാൻ, ഏകദേശം പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണല്ലോ. എന്ത് വികസനമാണ് പ്രത്യേകിച്ച് വോട്ടർമാരുടെ മുന്നിൽ LDF മുന്നോട്ട് വയ്ക്കുന്നത്? അതായത് ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതായത് ഈ 2 അംഗനവാടി ഈ 37 വാർഡിനകത്തുണ്ട്. ഇതിന് സ്വന്തമായി കെട്ടിടങ്ങളില്ല. പിന്നെ അടുക്കുജാതികൾ വളരെ ദയനീയ അവസ്ഥയിലാണ്. റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു. കുടിവെള്ളത്തിന് എപ്പോഴും രൂക്ഷമായ പ്രശ്നങ്ങളാണ്. പല രൂപത്തിൽ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് ശാശ്വതമായി പരിഹരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് അതുമാതിരി തന്നെ ഈ മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിൽ ഒരു പ്ലാന്റ് ഇവിടെ ഇല്ല. അതിൻ്റെ ദൗർലഭ്യം ഒരുപാട് വീട്ടമ്മമാർ ഞങ്ങളോട് പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ അതിനും അക്കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ. എന്തായിരിക്കും ഇസ്മായിൽ ഖാൻ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഈ വാർഡിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാമല്ലോ, എന്ത് വികസനമായിരിക്കും പ്രധാനമായിട്ടും? ഈ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ മുൻതൂക്കം കൊടുക്കും. വർഷങ്ങളായി UDFന്റെ കയ്യിൽ തന്നെയാണല്ലോ ഈ സീറ്റ്. സ്വാഭാവികമായിട്ടും നമുക്കൊരു വിജയപ്രതീക്ഷ ഉണ്ടോ? വിജയപ്രതീക്ഷ ഉണ്ടെങ്കിൽ തന്നെ അതെങ്ങനെയാണ്, വോട്ടർമാരുടെ പ്രതികരണം എങ്ങനെയാണ്? അത് തീർച്ചയായിട്ടും വിജയപ്രതീക്ഷ ഞങ്ങൾക്ക് 100% ഉണ്ട്. കുറേ കാലങ്ങളായിട്ട് UDFന്റെ കയ്യിലായിരുന്നു ഈ വാർഡ്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള ഒരു കാര്യം, ഒരു വികസന പ്രവർത്തനം തീരെ നടന്നിട്ടില്ല. ഒരു അനാഥ അവസ്ഥയാണ്. അതായത് 52 വാർഡിൽ താരതമ്യപ്പെടുത്തി ഏറ്റവും മോശം പിന്നോക്കം നിൽക്കുന്നൊരു വാർഡാണ് 37. അതുകൊണ്ട് ജനങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഞങ്ങളെപ്പോഴും സജീവമായിട്ട് ഈ പൊതുരംഗത്തുള്ളതുകൊണ്ട് നിങ്ങൾ ജയിച്ചു വരണം. ജനങ്ങൾ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ശ്രീ ഇസ്മായിൽ ഖാൻ CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. ഈ പ്രദേശത്ത് വളരെ സുപരിചിതനാണ്. എന്താണ് താങ്കളുടെ വാർഡിലെ വോട്ടർമാരോട് എന്താണ് പറയാനുള്ളത്? ബഹുമാനപ്പെട്ട വോട്ടർമാരോട് എനിക്ക് പറയാനുള്ളത്, ഈ പ്രളയകാലത്തായിക്കോട്ടെ കോവിഡ് കാലത്തായിക്കോട്ടെ ജനങ്ങളുടെ ഒപ്പം ഞങ്ങളെപ്പോഴും ഞാനും എൻ്റെ സഹാക്കളും കൂടെയുണ്ട്. ഏത് പാതിരയ്ക്കും അതിപ്പോൾ രാപ്പകൽ വ്യത്യാസമില്ലാതെ ഞങ്ങൾ ഓടി നടക്കുന്ന ഒരു പ്രവർത്തകരാണ്. ഇലക്ഷനിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന പ്രവർത്തകരല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ജയിപ്പിക്കുകയാണെങ്കിൽ കഴിഞ്ഞാൽ നിങ്ങളുടെ അതായത് മൊത്തം ജനങ്ങളുടെ ഒരു നിരാശ ജനങ്ങളെ ബാധിച്ചിട്ടുണ്ട്. കാരണം വളരെ കാലങ്ങളായിട്ട് ഒരു UDFന്റെ കയ്യിലുള്ള ഒരു സീറ്റ് എന്ന നിലക്ക് ഒരു വികസന പ്രവർത്തനം നടത്തുന്നില്ല. അവർ മാത്രമല്ല ആ ഒരു കാര്യം എന്തെങ്കിലും പോയി പറഞ്ഞാൽ തന്നെ പ്രതികരിക്കുന്നില്ല എന്നുള്ളത് ഭയങ്കര വിഷമകരമായ ഒരു അവസ്ഥ ജനങ്ങൾക്കുണ്ട്. അതിൽ എന്തായാലും മാറ്റം ഉണ്ടാകുന്നില്ല, യാതൊരു സംശയമില്ല. 24 മണിക്കൂർ ഞാനും എൻ്റെ സഹാക്കളും നിങ്ങളോടൊപ്പം ജനങ്ങളോടൊപ്പം ഉണ്ടാവും, നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ടാവും. ഏത് പ്രശ്നത്തിലും ഒളിച്ചോടി പോകുന്ന പ്രശ്നമേ ഇല്ല. ഏത് വില കൊടുത്തിട്ടും ഞങ്ങൾ പറയുന്ന ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി എൻ്റെ സജീവമായിട്ട് എൻ്റെയും എൻ്റെ സഹാക്കളുടെയും സജീവ സാന്നിധ്യം ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ ഇസ്മായിൽ ഖാന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഹരിദാസാണ് നമ്മോടൊപ്പം ഉള്ളത്. നമുക്ക് ഹരിദാസിനോട് ചോദിക്കാം. UDFന്റെ സിറ്റിംഗ് സീറ്റാണല്ലോ ഇത്. സ്വാഭാവികമായിട്ടും ഹൗസ് ക്യാമ്പയിൻ നടത്തുന്ന സമയത്ത് പരാതികളൊക്കെ സ്വാഭാവികമല്ലേ? എന്ത് വികസനമില്ലായ്മയാണ് ഈ വാർഡിൽ ഉണ്ടായിരിക്കുന്നത്? BJP മുന്നോട്ട് വയ്ക്കുന്ന വികസനം എന്താണ്? ഈ 37-ാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം നിരവധി വ്യാപകമായ പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5-10 വർഷമായിട്ട് UDFന്റെ കയ്യായിരുന്നു ഭരണം മുഴുവനും. ഈ വാർഡിലുള്ള അഞ്ചരി ലൈൻ
മറ്റേ കീർത്തി നഗർ, ഈ കള്ളിക്കാടിലുള്ള ഈ റൗണ്ടുകളിലൊന്നും റോഡ് വളരെ മോശമായിട്ടും റീടാർ ചെയ്യാതെ കിടക്കാൻ തുടങ്ങിയിട്ട് 10 വർഷമായിട്ട് കുടിവെള്ളം തീരെ കിട്ടുന്നില്ല. അതിനോട് വ്യാപകമായ പരാതി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ എൻ്റെ സ്ഥാനാർത്ഥിയെ ഞാൻ മത്സരിച്ച് വിജയിക്കുകയാണെങ്കിൽ ഞാൻ അതിനുള്ള പരിഹരിച്ച് മാത്രമേ ഞാൻ വിശ്രമിക്കുകയുള്ളൂ. എന്താണ് ഇപ്പോൾ കൗൺസിലറായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഏത് മേഖലയ്ക്കാണ് ഏറ്റവും കൂടുതൽ ആദ്യം പ്രാധാന്യം നൽകുക? അമൃത് പദ്ധതിയുണ്ട്, അതിവിടെ UDFൻ്റെ കാൻഡിഡേറ്റിന് കിട്ടിയിട്ടുണ്ട്. അതിവിടെ വ്യാപകമായിട്ട് ആരും കൊടുത്തിട്ടില്ല. അത് ഞാൻ ഇനി കയറി ഇരിക്കണമെന്നാൽ അത് ആദ്യം ഇതിനെ സംഘടിപ്പിച്ച് കൊടുത്തിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഏതൊക്കെ പ്രദേശങ്ങളിലാണ് പ്രശ്നങ്ങളുള്ളത്? കാണിക്കമാതിനകത്തുള്ള അഞ്ജലി ലൈൻ, കീർത്തി നഗർ, വിജയപുരം കോളനി, കലിമ നഗർ, ഈ ഭാഗത്തുള്ള റോഡെല്ലാം വീർച്ച് കിടക്കുകയാണ്. അവിടുത്തെ അഴുക്കുചാലുകളൊന്നും വൃത്തിയായിട്ടില്ല. അവിടെ കൊതുവിന്റെ ഒരു പുക പോലും അടിക്കാൻ ഇവിടെ ഇതുവരെ ആരും വന്നിട്ടില്ല, വരുത്തിച്ചിട്ടില്ല. ഇത് ഈ ഭരണത്തിൽ, ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ വിജയിക്കുകയാണെങ്കിൽ ഇതെല്ലാം ചെയ്തിട്ട് ഇവിടെ ശുദ്ധീകരിക്കാൻ തന്നെ ഞാൻ എൻ്റെ തീരുമാനം. ശരി ഹരിദാസ്, എന്താണ് ഈ വാർഡിലെ വോട്ടർമാരോട് പറയാൻ? ഈ തെരഞ്ഞെടുപ്പിൽ എന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ ഈ ഇവിടുത്തെ വോട്ടർമാരോട് ഞാൻ എപ്പോൾ ഉണ്ടാവും, ഏത് സമയത്ത് എനി ടൈം വിളിച്ചാലും ഞാൻ അവരുടെ കൂടെ ഉണ്ടാവും. അതിനുള്ള പരിഹാരം ഞാൻ എന്നാലും വീതം ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. പാലക്കാട് നഗരസഭയിലെ 37-ാം വാർഡിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഹരിദാസിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. മാറ്റം കൊതിക്കുന്ന മലയാള മണ്ണിന്റെ നെഞ്ചിൽ തുടിക്കുന്ന മോഹം, അഴിമതിയിലമരുന്ന മുന്നണികൾ തകരുന്ന ജനരോഷമാളും സ്വരൂപം. മാറ്റം കൊതിക്കുന്ന മലയാള മണ്ണിന്റെ നെഞ്ചിൽ തുടിക്കുന്ന മോഹം, അഴിമതിയിലമരുന്ന മുന്നണികൾ തകരുന്ന ജനരോഷം. പാലക്കാട് നഗരസഭയിലെ 38-ാം വാർഡിലാണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത്. 38-ാം വാർഡിലെ സ്ഥാനാർത്ഥികളെ നമുക്ക് പരിചയപ്പെടാം. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീമതി ഷൈനി പോൾസനാണ് നമ്മോടൊപ്പം ഉള്ളത്. നമുക്ക് ചോദിക്കാം, ഷൈനി പോൾസൺ ഏകദേശം ഒരു പ്രചരണത്തിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണല്ലോ. ഓരോ വീടുകളിലും പോകുമ്പോൾ എന്താണ് വോട്ടർമാരുടെ പ്രതികരണം? എന്താണ്? നല്ല പ്രതികരണമാണ്. ഇനിയും ജയിച്ചു വരാനെന്ന് തന്നെയാണ് അവർക്ക് ആഗ്രഹമുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുന്നുള്ള വർക്ക് തന്നെയാണ് അവരുടെ പ്രധാന കാരണമായിട്ട് വന്നിരിക്കുന്നത്. വികസനം സമ്പൂർണ്ണമല്ല, എവിടെയെങ്കിലൊക്കെ പരാതികളൊക്കെ സ്വാഭാവികമാണ്. അത്തരം പരാതികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും? പരാതികൾ ഇനി കുറച്ച് പരാതികളുള്ളത് ഈ അമൃത പദ്ധതിയിൽ വന്നിട്ടുള്ള റോഡ് പൊളിച്ചിട്ടുള്ള കാരണമാണ്. അത് മണിയാട്ടാൻ വർക്കൊക്കെ ഏതാണ്ട് എസ്റ്റിമേറ്റൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഇനി ഞാൻ വന്നു കഴിഞ്ഞാൽ ചെയ്ത് കൊടുക്കാനുള്ള ഇതാണ് ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഇവിടെ കുറച്ച് പാർക്കുകളുണ്ട് കോളനിക്കാരുടെ, അത് MLA ഫണ്ടിൽ ഉൾപ്പെടുത്തി അത് അവർക്ക് നവീകരിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വാർഡിലെ ഏറ്റവും അധികം വിഷമം ഉണ്ടായിരുന്നത് ശ്രീനിവാസ ഗാർഡൻസിലുള്ള വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടാണ്. അത് ഈ പ്രാവശ്യം കോളനികൾക്ക് ആർക്കും ഉണ്ടായിട്ടില്ല. അത് വലിയൊരു കാര്യമാണ് നമ്മുടെ ഈ 38-ാം വാർഡിൽ വന്നിരിക്കുന്നത്. അത് തന്നെയാണ് ജനങ്ങളുടെ ഏറ്റവും വലിയ നല്ല അഭിപ്രായമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഷൈനി കൗൺസിലറായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ വാർഡിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഏകദേശം വാർഡിൻ്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷത ഷൈനി മനസ്സിലാക്കിയിട്ടുണ്ടാവാം. ഏതൊക്കെ മേഖലകളിലായിരിക്കും ഒരു വികസനം യാഥാർത്ഥ്യമാക്കുക? ഏറ്റവും അധികം നമ്മൾ കുടുംബശ്രീ പ്രവർത്തകയാണ് ഞാൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. അത് സ്ത്രീ ശാസ്ത്രീകരണത്തിൻ്റെ ഭാഗമായി അതിനുള്ള ഫണ്ടുകളും കാര്യങ്ങളും ഒരുപാട് കുടുംബശ്രീയിൽ വന്നിട്ടുണ്ട്. അത് സ്ത്രീകളിലേക്ക് എത്തിക്കുക, അവർക്ക് സ്വയം തൊഴിൽ ലഭ്യമാക്കുക എന്നിവയാണ് കൂടുതലായും ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. തന്നെയല്ല ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ചെറുതായിട്ട് ചെയ്യാനുണ്ട്, അത് കൊണ്ടുവരുന്നതാണ്. മാറ്റങ്ങൾ ഉണ്ടാകുന്ന പ്രതീക്ഷയാണ് ഇരിക്കുന്നത്. 38-ാം വാർഡിൻ്റെ വികസനത്തെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കും. പിന്നെ കുടുംബശ്രീയായിട്ടുള്ള കുറേ കാര്യങ്ങളുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ നല്ല ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഷൈനി പോൾസൺ വരുന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇപ്പോൾ 2021 ഫണ്ടടക്കം നമ്മൾ ടെൻഡർ കഴിഞ്ഞു. അത് നമുക്ക് അമൃത പദ്ധതിയിലെ ഒരു 2.5 കോടി റുപ്യ പിന്നാലെ നടന്ന് പാസ്സാക്കിച്ചെടുത്ത് ചക്കാന്തറ മുതൽ കള്ളിക്കാട് വരെയുള്ള ഡ്രൈനേജ് അത് ശരിയാക്കിയതിന് ശേഷം ഈ വർഷം വെള്ളക്കെട്ട് ഏത് കോളനിയിലും ഉണ്ടായിരുന്നില്ല. പൊരിക്കാർതെരുവിൽ ഒരു 15 ലക്ഷം റുപ്യ MLA തന്നിട്ടുണ്ടായിരുന്നു. അടുക്കിയാൽ നിർമ്മാണം അത് പൂർത്തീകരിച്ചു. അതേമാതിരി അവിടെ റോഡ് ടാർ ചെയ്ത് കൊടുത്തു. എന്താണ് ഷൈനി പോൾസൺ ആദ്യമായിട്ട് മത്സരിക്കുന്നത്? വീട്ടമ്മയാണ്, കുടുംബശ്രീയുടെ പ്രവർത്തകയാണ്, UDFന്റെ സ്ഥാനാർത്ഥിയാണ്. മണിയേട്ടൻ്റെ തുടർ വികസനത്തിലാണ് ഷൈനി മത്സരിക്കുന്നത്. ഷൈനിയുടെ സ്ഥാനാർത്ഥിത്വത്തെ എങ്ങനെയാണ് കാണുന്നത്? എൻ്റെ സഹായം എപ്പോഴും ഉണ്ടാവും. ഇപ്പോൾ തന്നെ ഞാൻ അവിടെ എന്തൊക്കെയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ ചെറിയ വർക്കുകൾ, അതായത് ചെറിയ ഒരു 50 മീറ്റർ റോഡ് ഇടണം, ചാല് കെട്ടണം, അങ്ങനെയുള്ളതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഷൈനി പോൾസൺ, എന്താണ് ഈ വാർഡിലെ വോട്ടർമാരോട് ഷൈനി പോൾസൺ എന്താണ് പറയാൻ? ഞാൻ ജയിച്ചു വരാണെങ്കിൽ ഈ വാർഡിലുള്ള എല്ലാവരുടെ കൂടെ നിന്ന് അവരുടേതായ ആവശ്യങ്ങൾ നേടിക്കൊടുക്കാനായിട്ട് മുന്നോട്ട് എപ്പോഴും അവരുടെ കൂടെ തന്നെ ഉണ്ടാവും. ക്ഷേമ പെൻഷനുകൾ അവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള സഹായം മുന്നോട്ട് വെക്കുന്നു. അതേപോലെ ഇവിടെ ഒരു SC കോളനി ആയിട്ട് ഉണ്ട്. അവരുടെ വിഷമങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും അവർക്ക് ഒരുപാടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അവർക്ക് വേണ്ടി അവരുടെ സഹായങ്ങൾക്ക് വേണ്ടി മുനിസിപ്പൽ ഓഫീസിൽ പോയി അവരുടെ സഹായത്തിനൊപ്പം നിന്ന് അവർക്ക് വേണ്ടി കാര്യങ്ങൾ
ചെയ്തു കൊടുക്കും. അതേപോലെ ഞങ്ങൾക്ക് 17 കുടുംബശ്രീ ഉണ്ട്. അവർക്ക് വേണ്ട സഹായങ്ങളും കുടുംബശ്രീ പ്രവർത്തക എന്ന നിലയിൽ ഞാൻ അവർക്ക് മുന്നോട്ട് വെച്ച് കൊടുക്കും. പിന്നെ കോളനിക്കാർക്ക് കുറേശ്ശെ പരാതികളുണ്ട്. അവരുടെ ആവശ്യങ്ങൾക്ക് ഡ്രൈനേജ് കെട്ടിക്കൊടുക്കുക. അപ്പോൾ എന്നും നമ്മുടെ വാർഡിലത്തെ ജനങ്ങളുടെ കൂടെ എപ്പോഴും അവരുടെ വീട്ടിലൊരംഗം എന്ന നിലയിൽ ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവും. കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് എന്നെ വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീമതി ഷൈനി പോൾസിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീമതി പ്രഭാ മോഹനാണ് നമ്മോടൊപ്പം ഉള്ളത്. നമുക്ക് ചോദിക്കാം, ശ്രീമതി പ്രഭാ മോഹൻ ഏകദേശം ഹൗസ് ക്യാമ്പയിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണല്ലോ. എന്താണ് വോട്ടർമാരുടെ ഒരു പ്രതികരണം? നല്ല പ്രതീക്ഷ തരുന്ന പ്രതികരണമാണ് എല്ലാ സ്ഥലങ്ങളിലും പോയപ്പോൾ കിട്ടിയത്. കഴിഞ്ഞ 15 വർഷമായിട്ടുള്ള ഭരണം അവർക്ക് തൃപ്തികരമല്ല. അതുകൊണ്ട് തന്നെ മാറ്റം വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. നല്ല വിജയ പ്രതീക്ഷ നൽകുന്ന വാർത്തകളാണ് എല്ലാ വാർഡിൽ നിന്നും കിട്ടുന്നത്. പ്രഭ, ഈ വാർഡിൽ ഒരുപാട് സഞ്ചരിച്ചപ്പോൾ പരാതികൾ ഉണ്ടാവുമല്ലോ, സ്വാഭാവികമല്ലേ? ആ പരാതികൾ നമ്മളോട് പറയും അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തെല്ലാം പരാതികളാണ് ഈ വാർഡിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത്? ഒരുപാട് പരാതികൾ കേട്ടു. റോഡുകൾ നന്നല്ല, ഡ്രൈനേജ്, പിന്നെ ലൈറ്റുകൾ, അങ്ങനെ ഒരുപാട് പരാതികൾ കേട്ടു. ഏതൊക്കെ പ്രദേശങ്ങളിലാണ് ഇങ്ങനെ ഈ ലൈറ്റും കുടിവെള്ളവും അങ്ങനെയൊന്നും ഇല്ലാത്തത്? പൊരിക്കാരി തെരുവ്, ശ്രീനിവാസ ഗാർഡൻ, ഷാലിമാർ ഗാർഡൻ, അങ്ങനെ അയോധ്യ നഗർ, ആ ഭാഗങ്ങളിലൊന്നും ഒരുപാട് മോശമായ സ്ഥലം. പ്രഭ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഏതൊക്കെ മേഖലകളിലേക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകും? പ്രധാനമന്ത്രിയുടെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് റോഡുകളും ചാലുകളും വേസ്റ്റ് സംസ്കരണശാലകളും അങ്ങനെ അതിനെല്ലാത്തിനും ഒരു പരിഹാരം ഞാൻ കണ്ടെത്തും. പ്രഭാ മോഹനൻ മത്സരിക്കുന്നു. സ്ത്രീകളുടെ പ്രതിനിധിയാണ്. കുടുംബശ്രീയിലേക്ക് ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ? എന്ത് തോന്നുന്നു? പ്രഭ വളരെ ആക്റ്റീവാണ്. എങ്ങനെയാണ്? ആക്റ്റീവാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഞങ്ങൾക്ക് ആ ചേച്ചീനെ അറിയാം നന്നായിട്ട്. കുടുംബശ്രീയിലും നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ADS ചെയർപേഴ്സണായിരുന്നു. വളരെ സത്യസന്ധതയോടുകൂടിയും എല്ലാവരോടും പക്ഷഭേദമില്ലാതെ നന്നായി വർക്ക് ചെയ്യാൻ ആ ചേച്ചിക്ക് കഴിയും. കുടുംബശ്രീയിലെ ഈ വാർഡിൽ തന്നെ ഒരു 13 കുടുംബശ്രീ ഉണ്ട് ഇവിടെ തന്നെ. അപ്പോൾ അതിൽ മിക്ക എല്ലാ ആൾക്കാരും കുടുംബശ്രീയിൽ പ്രവർത്തിക്കുന്നവരാണ്. പ്രഭാ മോഹൻ ജയിച്ചു വേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ്. സ്ത്രീകൾക്ക് ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചേച്ചിക്ക് ചെയ്യാൻ സാധിക്കും. ശ്രീമതി പ്രഭാ മോഹനൻ, എന്താണ് നമ്മുടെ വാർഡിലെ വോട്ടർമാരോട് എന്താണ് പറയാൻ? ഞാൻ ഈ വാർഡിലെ വോട്ടറാണ്. ഞാൻ ജയിച്ചു വരികയാണെങ്കിൽ കേന്ദ്ര പദ്ധതികൾ എല്ലാം തന്നെ ഈ വാർഡിലെ ഓരോ ജനങ്ങളിലും എത്തിക്കാൻ ഞാൻ ശ്രമിക്കും. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും താമര ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ എന്നെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. BJP സ്ഥാനാർത്ഥി ശ്രീമതി പ്രഭാ മോഹനന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. മാറ്റം കൊതിക്കുന്ന മലയാള മണ്ണിന്റെ നെഞ്ചിൽ തുടിക്കുന്ന മോഹം, അഴിമതിയിലമരുന്ന മുന്നണികൾ തകരുന്ന ജനരോഷമാളും സ്വരൂപം. മാറ്റം കൊതിക്കുന്ന മലയാള മണ്ണിന്റെ നെഞ്ചിൽ തുടിക്കുന്ന മോഹം, അഴിമതിയിലമരുന്ന മുന്നണികൾ തകരുന്ന ജനരോഷമാളും സ്വരൂപം. മാറ്റം കൊതിക്കുന്ന മലയാള മണ്ണിന്റെ നെഞ്ചിൽ തുടിക്കുന്ന മോഹം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീമതി ധനലക്ഷ്മിയാണ് നമ്മോടൊപ്പം ഉള്ളത്. നമുക്ക് ചോദിക്കാം, ശ്രീമതി ധനലക്ഷ്മി, പ്രചരണത്തിന്റെ അവസാന ഘട്ടം എത്തിക്കഴിഞ്ഞല്ലോ, എന്താണ് വോട്ടർമാരുടെ പ്രതികരണമൊക്കെ എങ്ങനെ? LDF സ്ഥാനാർത്ഥി പറഞ്ഞപ്പോൾ അവർ നല്ലൊരു സ്വീകരണമാണ് എനിക്ക് കിട്ടിയത്. ഒരു മാറ്റം വേണം എന്നുള്ളത് ആ കോളനിക്കാർ പറഞ്ഞു. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതിന് ഒരു മാറ്റം വേണം എന്ന് പറഞ്ഞിട്ട് അവരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഇലക്ഷൻ മത്സരിക്കുമ്പോൾ ഇവിടുത്തെ എന്തൊക്കെ പരാതികളാണുള്ളത്?
പിന്നെ റോഡിൻ്റെ പ്രശ്നം ഒന്നാമത് പറഞ്ഞു. പിന്നെ ഡ്രൈനേജ് ഇല്ലാത്ത ഭാഗങ്ങളിൽ വെള്ളം പോകാൻ ഒരു വഴിയില്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ചില കോളനി നിവാസികൾ. പിന്നെ നമ്പർ 1 പറഞ്ഞത് വേസ്റ്റ്, അതിനൊരു പരിഹാരം കാണണം. ഇനിയിപ്പോൾ ഞങ്ങളുടെ LDF ഭരിക്കുകയാണെങ്കിൽ, പാലക്കാട് നഗരസഭയിൽ നമുക്ക് സീറ്റ് കിട്ടി ഭരിക്കുകയാണെങ്കിൽ ഞങ്ങളതിന് ഒരു ശാശ്വത പരിഹാരം കാണും എന്ന് ഞാനാണ് ഉറപ്പ് പറയുന്നത്. വാർഡിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ളത്? വാർഡിൽ വന്നിട്ട് ശ്രീനിവാസൻ ഗാർഡിൽ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഒഴുകിപ്പോകാൻ പറ്റാതെ. അതിന് 39 ഒരു ഡ്രൈനേജ്, 38 ചെറിയ ഡ്രൈനേജാണ് ഇപ്പോൾ അവിടെ നിലവിലുള്ളത്. അതിനെ ഒന്ന് വലിയ വീതിയുള്ളതാക്കി ഈ രണ്ടും കൂടി യോജിപ്പിക്കുകയാണെങ്കിൽ വെള്ളത്തിനൊരു പരിഹാരം കാണാൻ പറ്റും. എന്തായിരിക്കും ധനലക്ഷ്മി കൗൺസിലറായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഏത് മേഖലയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുക? ഊന്നൽ കൊടുക്കുന്നത് റോഡിൻ്റെ ഈ വെള്ളക്കെട്ടിൻ്റെ പ്രശ്നം ശ്രീനിവാസ ഗാർഡനിൽ അവർക്കൊരു വലിയൊരു പ്രശ്നമാണത്. ഫസ്റ്റ് അതിനാണ് ഒരു പരിഹാരം കാണാം. വേസ്റ്റിൻ്റെ പ്രശ്നത്തിനും പരിഹാരം കാണും. എന്താണ് ധനലക്ഷ്മിയുടെ സ്ഥാനാർത്ഥിത്വം എങ്ങനെയാണ് കാണുന്നത്? നല്ല അഭിപ്രായമാണ് കാണുന്നത്. എല്ലാ വികസനങ്ങളും കൊണ്ടുവരും എന്ന് തന്നെയാണ് പ്രതീക്ഷ. നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകും. അയൽക്കൂട്ടം അങ്ങനെയുള്ള പരിപാടികളിൽ നല്ല വിജയം കാഴ്ചവെച്ചിട്ടുണ്ട്. എന്താണ് ശ്രീമതി ധനലക്ഷ്മി നമ്മുടെ ഈ വാർഡിലെ വോട്ടർമാരോട് എന്താണ് പറയുന്നത്? ഞാനൊരു പൊതുപ്രവർത്തകയാണ്. ഞാൻ ഏത് സമയത്ത് വിളിച്ചാലും നിങ്ങളിൽ ഒരാളെ പോലെ ഞാൻ കൂടെ ഉണ്ടാവും. എനിക്ക് വാഗ്ദാനങ്ങളൊന്നുമില്ല, ഞാൻ പ്രവൃത്തിയിലൂടെ തെളിയിച്ചു തരും. അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്നെ ഒരു വോട്ട് ചെയ്ത് എന്നെ ചുറ്റികരിവാൾ നക്ഷത്രത്തിൽ ജയിപ്പിക്കണമെന്ന് ഞാൻ സ്നേഹത്തോടെ വോട്ടർമാരോട് അപേക്ഷിക്കുന്നു. പാലക്കാട് നഗരസഭയിലെ 38-ാം വാർഡിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീമതി ധനലക്ഷ്മിക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. പാലക്കാട് നഗരസഭയിലെ 32-ാം വാർഡിലാണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി വി സതീഷാണ് നമ്മളോടൊപ്പമുള്ളത്. നമുക്ക് ചോദിക്കാം, സതീഷ്, ഏകദേശം പ്രചരണത്തിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണല്ലോ. 32-ാം വാർഡിലേക്ക് പോയപ്പോൾ എന്താണ് വോട്ടർമാരുടെ പ്രതികരണം? എന്താണ് ഈ വാർഡിൽ ഒരു മരണം മാറ്റമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ആളുകൾ സന്തോഷപൂർവ്വമാണ് സ്വീകരിക്കുന്നത്. ഒരു മാറ്റം അനിവാര്യമാണ് എന്നാണ് അവരുടെ മനസ്സിൽ വരുന്നത്. വെൽഫെയർ പാർട്ടിയാണ് ഇവിടെ പ്രതിനിധീകരിക്കുന്നത്. ഈ വാർഡിൽ നിന്ന് ലഭിച്ച പരാതികൾ എന്തൊക്കെയാണ്? ഏതൊക്കെ ഭാഗങ്ങൾ എന്തെല്ലാം പരാതികളാണ് ലഭിച്ചിരിക്കുന്നത്? ഇനി റോഡുകൾ നവീകരിക്കാനുണ്ട്, ചാലുകൾ നവീകരിക്കാനുണ്ട്, പിന്നെ മണ്ണിട്ട റോഡുകൾ ഒരുപാടുണ്ട്. അതിലെല്ലാം പരിഹാരം കാണണം. അനൂര് കോളനിയിൽ പുതിയ റോഡുകൾ, കനാൽ വരമ്പിൽ പാർപ്പിടങ്ങളുണ്ട്, ചെറുകിട പാർപ്പിടങ്ങൾ, അവർക്ക് വീട്, സ്ഥലങ്ങൾ. താങ്കൾ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഏത് മേഖലയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്? നരേന്ദ്രമോദി നടപ്പിലാക്കുന്ന ജനോപകാരപ്രദമായ പദ്ധതികൾ അത് എല്ലാവരിലേക്ക് എത്തിക്കുക എന്നാണ് എൻ്റെ ഈ സ്ഥാനാർത്ഥിത്വം കൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത്. ജയിക്കുകയാണെങ്കിൽ ഇവിടെ ഉള്ള എല്ലാവർക്കും സൗജന്യ ഇൻഷുറൻസ്. എന്താണ് സതീഷ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്? എന്താണ്? സാധാരണപ്പെട്ട ഒരാളാണ് സതീഷ്. അയാൾ വിചാരിച്ച് സാധിക്കും. എന്തെങ്കിലും അയാൾ ജയിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. ഞങ്ങൾ ചെറുപ്പം മുതലേ ഉള്ള ആ വ്യക്തിയാണ്, നല്ലൊരാളാണ്. സതീഷ് ജയിച്ചു കഴിഞ്ഞാൽ ഈ വാർഡിലെ എല്ലാ കാര്യങ്ങളും സതീഷ് ചെയ്യും. സതീഷ് ചേട്ടൻ നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരാളുമാണ്. പിന്നെ ഇവിടെ ഞങ്ങൾ വാർഡിന്റെ കുറെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. ഇതുവരെ നേരത്തെ ആരും ജയിച്ചവർ ഇതുവരെ ഈ വാർഡിൽ ആരും ചെയ്തെന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചങ്ങോട്ട് നോക്കിയാൽ സ്ലാബിന്റെ പ്രശ്നം വരെ കാണാം. ഇപ്പോൾ സതീഷ് ചേട്ടൻ ജയിച്ചു തന്നാൽ സതീഷ് ചേട്ടനെ കൊണ്ട് ഞങ്ങൾക്ക് എല്ലാ വോട്ടും അങ്ങനെ ചെയ്തു കൊടുത്ത് സതീഷ് ചേട്ടനെ കൊണ്ട് ഞങ്ങൾക്ക് എല്ലാം നേടിത്തരുന്നുള്ള ഞങ്ങളൊരു വിശ്വാസം. സതീഷ്, എന്താണ് താങ്കളുടെ വോട്ടർമാരോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ ഈ വെണ്ണക്കരി തന്നെ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. ഈ വാർഡിൽ തന്നെ അപരിചിതനല്ല എന്നുകൂടി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. എന്നെ ജയിപ്പിച്ചു വിട്ടു കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാവർക്കും അനുകൂലമായ രീതിയിൽ എല്ലാ വികസന പ്രവർത്തനങ്ങളും പാവപ്പെട്ടവർക്കുള്ള പദ്ധതികളെല്ലാം ഞാൻ നടപ്പിലാക്കും. എല്ലാവരെയും എനിക്ക് വേണ്ടി താമര ചിഹ്നത്തിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തണമെന്ന് ജനങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായും ഈ വാർഡിന്റെ വികസനത്തെ ഇവിടെ തന്നെ ജനിച്ചു വളർന്ന സതീഷ് സ്വാഭാവികമായിട്ടും വാർഡിന്റെ സമഗ്രമായ വികസനത്തിന് മുന്നിലുണ്ടാവുമെന്നാണ് വോട്ടർമാരോട് സൂചിപ്പിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ വി സതീഷിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. മാറ്റം കൊതിക്കുന്ന മലയാള മണ്ണിന്റെ നെഞ്ചിൽ തുടിക്കുന്ന മോഹം, അഴിമതിയിലമരുന്ന മുന്നണികൾ തകരുന്ന ജനരോഷമാളും സ്വരൂപം. മാറ്റം കൊതിക്കുന്ന മലയാള മണ്ണിന്റെ നെഞ്ചിൽ തുടിക്കുന്ന മോഹം, അഴിമതിയിലമരുന്ന മുന്നണികൾ തകരുന്ന ജനരോഷമാളും സ്വരൂപം. തദ്ദേശം 2020 പാലക്കാട് നഗരത്തിലെ അംഗം പരമ്പരയുടെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്.
നാളെ ഇതേ സമയം പുതിയ സ്ഥാനാർത്ഥികളുമായി എത്തുന്നവരെ മാന്യപ്രേക്ഷകർക്ക് നന്ദി, നമസ്കാരം.